ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ 8086 ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ടെമ്പററി ഹോൾട്ട് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ ടു അലൗസ് ദ പെരിഫറൽസ് ടു ആക്സസ് ദ മൈക്രോ പ്രോസസ്സർ. അപ്പോൾ മൈക്രോ പ്രോസസ്സറിന് പെരിഫറൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തഡോളജിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നു, നോർമൽ സീക്വൻസിനെ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പെരിഫറൽ ഡിവൈസിനെ ആക്സസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. ആ സ്പെഷ്യൽ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ അല്ലെങ്കിൽ ISR. അപ്പോൾ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് എത്തും. പലപ്പോഴും മിക്ക മൈക്രോ പ്രോസസ്സറും നെസ്റ്റഡ് ഇൻട്രപ്റ്റ്സിനെ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ഇൻട്രപ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ISR റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്ത ഇൻട്രപ്റ്റ് വരാം. സോ അങ്ങനെയുള്ള ഇൻട്രപ്റ്റുകളെയാണ് നമ്മൾ നെസ്റ്റഡ് ഇൻട്രപ്റ്റ് എന്ന് പറയും. 8086 2 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് പിന്നുകളുണ്ട്. ഇൻട്രപ്റ്റുമായിട്ട് ഡീൽ ചെയ്തിട്ട് NMIയും INT6ഉം. NMI എന്ന് പറഞ്ഞാൽ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് പിന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല, അത് സർവീസ് ചെയ്തേ പറ്റൂ. ഇനി അടുത്ത ടൈപ്പ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സുകളെല്ലാം INT6 വഴിയാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മാസ്ക്ഡ് യൂസിങ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, മാസ്ക് ചെയ്യാൻ, തടയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻട്രപ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റേണൽ ചിപ്പ് വേണം. കാരണം നമുക്ക് ആകെ 2 പിന്നല്ലേ 8086 മൈക്രോ പ്രോസസ്സറിലുള്ളൂ. അപ്പം നമുക്ക് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി മൈക്രോ പ്രോസസ്സറിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ചിപ്പ് ഉപയോഗിക്കാറുള്ളത്. ദാറ്റ് ഈസ് 8259 ഇൻട്രപ്റ്റ് കൺട്രോളർ എന്ന് പറയും. 8259 ഇൻട്രപ്റ്റ് കൺട്രോളർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് ദ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഓഫ് 8086 മൈക്രോ പ്രോസസ്സർ. നമുക്ക് ഇൻട്രപ്റ്റുകളെ വേറൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് എന്നും ഇന്റേണൽ ഇൻട്രപ്റ്റ് എന്നും. എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്ന് മൈക്രോ പ്രോസസ്സറിൻ്റെ പിന്ന് വഴി നമുക്ക് ഇൻട്രപ്റ്റ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് കീബോർഡ് ഇൻട്രപ്റ്റ്സ്. ഇന്റേണൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ ഡിവിഷൻ ബൈ 0 ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഓവർഫ്ലോ സംഭവിക്കുന്നു, അല്ലെങ്കിൽ INT21H എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് വഴി കോൾ ചെയ്യുന്നു. സോ അങ്ങനെയുള്ള ഇൻട്രപ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഇൻട്രപ്റ്റുകളെല്ലാം കീപ്പ് ചെയ്യാൻ മെമ്മറിയുടെ 1 KB റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് മെമ്മറിയുടെ 000 മുതൽ 003FF വരെയുള്ളത്. നമ്മൾ ഒരു ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ ഉണ്ട്, അതിനകത്ത് ഓരോ ISR റുട്ടീൻ്റെയും സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ISR റുട്ടീന് എടുക്കുന്നത് 4 ബൈറ്റാണ്. ഓക്കെ, കാരണം അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് വേണ്ട. അപ്പോൾ CS-ഉം IP-യും വേണം. CS-ന് 16 ബിറ്റ്, IP-ക്ക് 16 ബിറ്റ്, ടോട്ടൽ 32 ബിറ്റ് അല്ലെങ്കിൽ 4 ബൈറ്റ്. ഇനി നമുക്ക് 256 ഇൻട്രപ്റ്റുകൾ വരെ നമുക്ക് ഈ ഏരിയയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ഈച്ച് ഇൻട്രപ്റ്റ് വെക്റ്റർ ഈസ് കെപ്റ്റ് ഇൻ എ ടേബിൾ കോൾഡ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ. ദാറ്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് എ മെമ്മറി. ഏത് റേഞ്ചിലാണ്? 000 മുതൽ 003F വരെ. അപ്പോൾ ഓരോ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിലുള്ള ഓരോ ഇൻട്രപ്റ്റ് വെക്റ്ററിനും വേണ്ടിയിട്ട് 4 ബൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ 8086. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ടൈപ്പ് 0, ടൈപ്പ് 1 വരിൽ ടൈപ്പ് 255 ദാറ്റ് ഈസ് FFH വരെ നമുക്ക് 256 ഇൻട്രപ്റ്റുകൾ 8086 256 ഇൻട്രപ്റ്റ്. ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഓരോ ടൈപ്പിൻ്റെയും IP-യും CS-ഉം, അടുത്തതിൻ്റെ IP CS, ഇങ്ങനെ നമുക്ക് അങ്ങനെ 255-ാമത്തതിൻ്റെയും ഉണ്ട്. ഓക്കെ, അതിനകത്തുള്ള ആദ്യത്തെ ഒരു 5 എണ്ണം പലതിനും വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഡിവിഷൻ ബൈ 0, സിംഗിൾ സ്റ്റെപ്പ്, നോൺ മാസ്കബിൾ, അങ്ങനെ ഓവർഫ്ലോ, ഇങ്ങനെയുള്ള പലതിനും വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുക. കുറച്ചെണ്ണം ഇൻ്റൽ തന്നെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ 8259 ഇൻട്രപ്റ്റ് കൺട്രോളറിനെ പറ്റിയാണ് പറയുന്നത്. 8259 ഇൻട്രപ്റ്റ് കൺട്രോളർ, അതിനെ നമ്മൾ പറയും പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ എന്ന് പറയും. ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറിലോട്ട് ഒത്തിരി ടൈപ്പ് ഇൻട്രപ്റ്റ്സുകൾ വരാം, പക്ഷേ നമുക്ക് ആകെ 2 എണ്ണവേ ഉള്ളൂ. അപ്പം നമുക്ക് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി കൂട്ടണം. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സർക്യൂട്ട് ഉപയോഗിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ 8259 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് 8086 ഈസ് എൻഹാൻസ്ഡ് വിത്ത്, ശരിക്കും പറഞ്ഞാൽ ഈ ദിസ് 8259 ഒരു 8259 ചിപ്പേ നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് 8 ഇൻട്രപ്റ്റ് വരെ നമുക്ക് ഇതിനകത്തോട്ട് റിക്വസ്റ്റ് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കാസ്കേഡഡ് കണക്ഷൻ വഴി നമുക്ക് ഏകദേശം 256 ഇൻട്രപ്റ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേപ്പബിലിറ്റി കൂടാൻ പറ്റും. ക്ലിയർ ആണോ?
256 വരെയുള്ള ഇൻട്രപ്റ്റ് കേപ്പബിലിറ്റി കൂട്ടാൻ പറ്റും. ഇനി നമ്മൾ 8259 ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നോക്കി ഇൻട്രപ്റ്റ് വരുന്ന പോയിന്റ് ഉണ്ടാവും. അതേപോലെ ഇത് എന്താ ചെയ്യുന്നത്, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് മൈക്രോ പ്രോസസർ പിന്നിലോട്ട്, അപ്പോൾ പിന്ന് മൈക്രോ പ്രോസസറിലോട്ട് കണക്ട് ചെയ്യാൻ ഇങ്ങോട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇൻട്രപ്റ്റ് വരും. അപ്പോൾ ആ ഇൻട്രപ്റ്റുകൾ ഒരു പിന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം പറ്റുമെന്ന് പറഞ്ഞ് 8 എണ്ണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ഉണ്ട്. ദാറ്റ് ഈസ് IR0 മുതൽ IR7 വരെയുള്ള എത്ര ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം IR0 മുതൽ IR7 വരെ. ഇനി ഇൻട്രപ്റ്റുകളുടെ പ്രയോറിറ്റി റിസോൾവ് ചെയ്യാൻ ഇൻട്രപ്റ്റ് പ്രയോറിറ്റി റിസോൾവർ, ഇൻട്രപ്റ്റുകളെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ, ഇനിയിപ്പോൾ ഏത് ഇൻട്രപ്റ്റാണ് ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻ സർവീസ് രജിസ്റ്റർ. ഇനി ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ലോജിക്ക്, ഇതിനകത്തോട്ട് ഡാറ്റ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ ഡാറ്റ ബഫർ ലോജിക്ക്. ഇനി ഞാൻ പറഞ്ഞില്ലേ കാസ്കേഡഡ് ആയിട്ട് നമുക്ക് ഈ 8259 കണക്ട് ചെയ്തുകൊണ്ട് 256 ഇൻട്രപ്റ്റ് വരെ നമുക്ക് ചെയ്യാമെന്ന്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാസ്കേഡഡ് ബഫർ കമ്പറേറ്ററിനകത്ത് CAS0യും CAS1ഉം ദാറ്റ് ഈസ് CAS2ഉം അങ്ങനെ നമുക്ക് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ഇത്. പിന്നെ നമുക്ക് എന്താണുള്ളത്, റീഡ് റൈറ്റ് ലോജിക്ക്. ഓക്കെ, റീഡ് റൈറ്റ് ലോജിക്ക്, പിന്നെ A0 പിന്ന്, ചിപ്പ് സെലക്ട് പിന്ന്, അങ്ങനെ ഇത് ബ്ലോക്ക് ഡയഗ്രാം ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സോ താങ്ക് യു.